ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നതിന്റെ രഹസ്യം ബഹിരാകാശത്തുള്ള ഒരു പാറക്കഷ്ണത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ജീവന് കാരണമാകുന്ന DNA-കളും പ്രോട്ടീനുകളും ഒക്കെ ഉണ്ടാക്കുന്ന തന്മാത്രകളുമായി 450 കോടി വർഷത്തിലേറെയായി അതിങ്ങനെ പറന്നു നടക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം 2023 നാസയുടെ ഒസിറിക്സ് റെക്സ് എന്ന ദൗത്യത്തിലൂടെ ഈ പാറക്കഷ്ണത്തിന്റെ സാമ്പിൾ ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സൗരയൂഥത്തിന്റെ ആദ്യകാലം മുതലുള്ള ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിന്റെ ഉപരിതലത്തിലുള്ള ജൈവ തന്മാത്രകളെയാണ് നമുക്ക് ഈ ദൗത്യത്തിലൂടെ ലഭിച്ചത്. ഭൂമിയിൽ മാത്രമാണോ അതോ പ്രപഞ്ചത്തിന്റെ മറ്റേതെങ്കിലും കോണിലാണോ ജീവൻ ആരംഭിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന ഈ കണ്ടെത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെയധികം പ്രതീക്ഷകളോടെയാണ് 2016 നാസ ഒസിറിക്സ് റെക്സ് എന്ന ബഹിരാകാശ പേടകത്തെ ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിലേക്ക് അയച്ചത്. എങ്കിലും ഒരു നിയർ എർത്ത് ഒബ്ജക്റ്റിൽ, അതായത് ഭൂമിയുടെ അടുത്തുള്ള ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ പാറക്കഷ്ണത്തിൽ പേടകം ഇറക്കി സാമ്പിൾ എടുത്ത് ഭൂമിയിൽ എങ്ങനെ തിരിച്ചെത്തിക്കും എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞർ ബെന്നുവിനെ തിരഞ്ഞെടുത്തതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത് സൗരയൂഥം ഉണ്ടായ കാലത്തോളം പഴക്കമുള്ള സ്വഭാവ സവിശേഷതകൾ ബെന്നുവിനുണ്ട്. ഭൂമിയിൽ പോലും ഇല്ലാതിരുന്ന തരത്തിലുള്ള രാസപരവും ധാതുപരവുമായിട്ടുള്ള തെളിവുകൾ അതിലുണ്ടായിരിക്കാമെന്ന് ഗവേഷകർ മനസ്സിലാക്കി. ഒസിറിക്സ് റെക്സ് എന്ന ബഹിരാകാശ പേടകം ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് 2016 ബെന്നുവിൽ എത്തിയത്. 2020 ഒരു റോബോട്ടിക് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഒസിറിക്സ് റെക്സ് ബെന്നുവിന്റെ ഉപരിതലത്തെ പഠിച്ച് അതിൽ നിന്നും ഇളകിയ മണ്ണിനെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. പിന്നീട് 2023 ഈ സാമ്പിളുകളെ ഒരു ക്യാപ്സ്യൂളാക്കി ഭൂമിയിലേക്ക് അയച്ചു. നമ്മൾ ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറക്കഷ്ണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു ചിഹ്നഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ നേരിട്ട് സ്വീകരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ആ ക്യാപ്സ്യൂൾ തുറന്നു നോക്കിയ ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടു പോയി. കാരണം ബെന്നുവിൽ നിന്നുള്ള സാമ്പിളിൽ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകളും ന്യൂക്ലിയോ ബേസുകളും അടങ്ങിയിരിക്കുന്നു. ഇവയ്ക്ക് നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായ പ്രോട്ടീനുകളും DNA-കളും ഉണ്ടാക്കുന്ന അവശ്യ വസ്തുവുമായി പ്രവർത്തിക്കാൻ കഴിയും. അവ കൂട്ടിച്ചേർത്ത് നമുക്ക് മറ്റു ചില വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ പേശികൾ മുതൽ എൻസൈമുകൾ വരെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ്. ന്യൂക്ലിയോ ബേസുകൾ DNA, RNA എന്നിവയുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ തന്മാത്രകൾ ബെന്നുവിൽ കണ്ടെത്തി എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യമാണ്. കാരണം ഭൂമിയിൽ ജീവൻ സ്വയമേ ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുൻപ് ജീവന് അത്യാവശ്യമായിട്ടുള്ള ചേരുവകൾ ഉണ്ടായിരുന്നു എന്ന് ഇത് തെളിയിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാക്കപ്പെട്ടതായിരിക്കില്ല. അവ ബഹിരാകാശത്ത് നിന്ന് ബെന്നുവിനെ പോലെയുള്ള ചിഹ്നഗ്രഹങ്ങളിലൂടെ ആദ്യകാലത്ത് ഭൂമിയിൽ എത്തിയതായിരിക്കാനാണ് സാധ്യത. ഇവ കൂടാതെ ബെന്നുവിന്റെ സാമ്പിളിൽ ശാസ്ത്രജ്ഞർ അമോണിയയും ഫോർമാൽഡിഹൈഡും കണ്ടെത്തി. ഇവയ്ക്ക് കൂടുതൽ സങ്കീർണമായ ജൈവ തന്മാത്രകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയും. കൂടാതെ ഹെലൈറ്റ് പോലുള്ള ധാതുക്കളും ആ സാമ്പിളിലുണ്ട്. ബെന്നു ഒരു കാലത്ത് ദ്രാവക രൂപത്തിലുള്ള ജലമുണ്ടായിരുന്ന പാറക്കഷ്ണമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഭക്ഷ്യയോഗ്യമായ ഉപ്പിന്റെ വെള്ളം ബാഷ്പീകരിക്കുമ്പോൾ രൂപം കൊള്ളുന്ന ക്രിസ്റ്റൽ രൂപത്തിനെയാണ് ഹാലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ചിഹ്നഗ്രഹത്തിൽ ഇത്തരം ധാതുക്കൾ കണ്ടെത്തിയതിനാൽ അതിൽ പണ്ടെപ്പോഴോ ദ്രാവക രൂപത്തിൽ ജലം ഉണ്ടായിരുന്നു എന്നും പിന്നീട് അത് ബാഷ്പീകരിച്ചു പോയിരിക്കാം എന്നും വേണമെങ്കിൽ കണക്കാക്കാം. ജലവും ജൈവ തന്മാത്രകളും കൂടിച്ചേർന്നു കഴിഞ്ഞാൽ സൗരയൂഥത്തിൽ ആദ്യകാലം മുതൽക്കേ ജീവൻ ഉണ്ടാകാൻ കാരണമായിരുന്ന പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആശയം ബലപ്പെടുന്നു. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും സമാനമായ കെമിസ്ട്രി ഉണ്ടായിട്ടുണ്ടാവുകയോ എത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ബെന്നുവിനെ പോലുള്ള ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വന്നാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായതെങ്കിൽ ചൊവ്വയിലും വ്യാഴത്തിലും ശനിയുടെ ഉപഗ്രഹങ്ങളിലുമൊക്കെ പല പാറക്കഷ്ണങ്ങളും വന്നിടിച്ച് ഈ തന്മാത്രകൾ ചെന്നെത്തിയിട്ടുണ്ടായിരിക്കാം. എൻസിലേഡസ് പോലെയുള്ള ശനിയുടെ ഉപഗ്രഹങ്ങളിൽ
ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള സമുദ്രങ്ങളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായ തെളിവുണ്ട്. എങ്കിലും ബെന്നുവിന്റെ സാമ്പിളുകളിൽ നിന്ന് ലഭിച്ച ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കണ്ടെത്തലാണ് കൈറാലിറ്റി എന്ന പ്രതിഭാസം. അതായത് ഇടത് കൈയും വലത് കൈയും എന്ന പോലെ തന്മാത്രകൾക്ക് രണ്ട് വ്യത്യസ്തമായ കെമിക്കൽ സ്ട്രക്ചറുകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടത് കൈയിൽ ഇടുന്ന ഒരു ഗ്ലൗസ് വലത് കൈയിൽ യോജിക്കാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രതിഭാസത്തെയാണ് കൈറാലിറ്റി എന്നതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അമിനോ ആസിഡുകളുടെ ഘടനയിലാണ് കൈറാലിറ്റി ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. അവ മിറർ ഇമേജ് എന്നതുപോലെ ഇടത് കൈയെന്നും വലത് കൈയെന്നും പറയുന്ന രണ്ട് രൂപത്തിൽ വരുന്നു. ഒരു തന്മാത്രയുടെ 3D രൂപത്തെ മറ്റ് തന്മാത്രകളുമായി എങ്ങനെ മിക്സ് ചെയ്യാം എന്ന് നിർണ്ണയിക്കുന്നത് അവരുടെ കൈറാലിറ്റി അല്ലെങ്കിൽ ആ മിറർ ഇമേജ് സ്വഭാവമാണ്. ഒരു തന്മാത്ര കൈറൽ ആകണമെങ്കിൽ അതിനൊരു കൈറൽ സെന്റർ ഉണ്ടായിരിക്കണം. ഇത് 4 വ്യത്യസ്ത ഗ്രൂപ്പുകളായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കാർബൺ ആറ്റമാണ്. ഈ തുല്യമല്ലാത്ത കാർബൺ ആറ്റം 2 തരത്തിലുള്ള കോൺഫിഗറേഷനുകളെയാണ് സൃഷ്ടിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ അമിനോ ആസിഡുകൾ ഇടത് കൈ രൂപത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇത് ജീവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഇടത് കൈയും വലത് കൈയുമുള്ള അമിനോ ആസിഡുകൾ പ്രകൃതിയിൽ തുല്യ അളവിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഭൂമിയിലെ ജീവൻ ഇടത് കൈ സ്ട്രക്ചറുള്ള അമിനോ ആസിഡുകൾ മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രസകരമായ മറ്റൊരു കാര്യം, ബെന്നുവിന്റെ സാമ്പിളുകളിൽ കണ്ടെത്തിയ അമിനോ ആസിഡുകളിൽ ഇടത് കൈ വലത് കൈ ഷേപ്പുകൾ രണ്ടും മിക്സ് ആയിരുന്നു. ജീവൻ സ്വാഭാവികമായും ഇടത് കൈ അമിനോ ആസിഡുകളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായി? ഈ ചോദ്യം പാൻസ്പെർമിയ എന്ന സിദ്ധാന്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ജീവൻ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ബഹിരാകാശത്തു നിന്ന് വന്നതാണെന്ന ആശയമാണ് പാൻസ്പെർമിയ തിയറി. ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ആദ്യത്തെ ജൈവ തന്മാത്രകളെ ഭൂമിയിൽ എത്തിച്ചിരിക്കാമെന്നും അതുവഴി ജീവൻ രൂപപ്പെടുന്നതിന് ആവശ്യമായ ചേരുവകൾ നമ്മുടെ ഗ്രഹത്തിൽ ഒരു വിത്ത് പോലെ എത്തിച്ചേർന്നിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ബെന്നുവിന്റെ സാമ്പിളിൽ ഇടത് വലത് കൈകളുള്ള അമിനോ ആസിഡുകൾ കണ്ടെത്തിയത് ഈ തന്മാത്രകൾ ബഹിരാകാശത്ത് രൂപം കൊണ്ടതാണെന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്രഹത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ജീവൻ ഉണ്ടായി എന്നതിനേക്കാൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവ എത്തിയതാണെന്നുള്ള അർത്ഥമാണ് പറയുന്നത്. മറിച്ച് പ്രപഞ്ചത്തിന്റെ എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് നമ്മൾ കരുതേണ്ടതായിട്ട് വരും. അപ്പോൾ വാട്ട്സ് നെക്സ്റ്റ്? ശാസ്ത്രജ്ഞർ ബെന്നുവിന്റെ സാമ്പിളുകളെ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. ഈ പഠനത്തിന് ജൈവ തന്മാത്രകളെ വിശദമായി പരിശോധിക്കാൻ അത്യാധുനിക ലബോറട്ടറികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കും. അത്തരം തന്മാത്രകൾ രാസപ്രവർത്തനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ അല്ലെങ്കിൽ അവ ജീവനിലേക്കുള്ള ആദ്യ പടികൾക്കുള്ള സൂചന നൽകുന്നുണ്ടോ എന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കും. നാസയും മറ്റു ബഹിരാകാശ ഏജൻസികളും കൂടുതൽ ജലാംശമുള്ള ധാതുക്കളോ വ്യത്യസ്ത ജൈവ സംയുക്തങ്ങളോ അടങ്ങിയ ചിഹ്നഗ്രഹങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ പുതിയ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ജീവന്റെ ചേരുവകൾ ബഹിരാകാശത്ത് വ്യാപകമാണെന്നതിന് കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ ഭൂമിക്ക് പുറത്തുനിന്നാണ് ജീവൻ എത്തിയത് എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും. ഈ ഒരു കണ്ടെത്തൽ ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണത്തെയും സ്വാധീനിക്കും. ചിഹ്നഗ്രഹങ്ങളിൽ ജൈവ തന്മാത്രകളും ജലവുമായി ബന്ധപ്പെട്ട ധാതുക്കളും ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ ഭാവിയിൽ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് ഈ വിഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. ചൊവ്വയിലേക്കോ മറ്റ് ഗ്രഹങ്ങളിലേക്കോ യാത്ര ചെയ്യുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുത്ത് കുടിക്കാനോ ഇന്ധനം നിറയ്ക്കാനോ ഇന്ധനം ഉൽപ്പാദിക്കാനോ സാധിക്കും. ബെന്നുവിന്റെ സാമ്പിളുകളെ കുറിച്ചുള്ള പഠനം കോസ്മോളജിക്കൽ സ്റ്റഡീസിൽ പുതിയൊരു അധ്യായമാണ് തുറക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് വന്നു? പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ഈ പഠനങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.